എനിക്ക് പച്ചക്കറികളിൽ വലിയ താല്പര്യമില്ലാത്ത ഒരു സാധനം കേട്ടോ ഈ കുമ്പളങ്ങ. പക്ഷേ ഇവിടെ ചേട്ടന് നേരെ ഓപ്പോസിറ്റാണ്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കുമ്പളങ്ങ. അപ്പോൾ ആൾ ആ ഒരു കുമ്പളങ്ങ മേടിച്ചുകൊണ്ട് വന്നിട്ട് 3-4 ദിവസമായി. അതിൻ്റെ കളറൊക്കെ കണ്ടോ ചെറുതായിട്ടൊന്ന് മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും നമുക്ക് കുമ്പളങ്ങ കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. ഈ കുമ്പളങ്ങയൊക്കെ ഒന്നെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് വളരെ നൈസായിട്ട് കനം കുറച്ച് വേണം കേട്ടോ ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അതാ ഈ ഒരു പരുവത്തിലാണ് ഞാനിന്ന് നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ സവോളയ്ക്ക് പകരം കൊച്ചുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ട്, പക്ഷേ നന്നാക്കാനുള്ള മടിക്ക് ഞാൻ ഇന്ന് സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മളുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അതല്ല നമ്മൾ വെന്ത് വരുമ്പോൾ വെള്ളമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കുന്ന സമയത്ത് വെള്ളം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ കുമ്പളങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഞാനപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നീടാണത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എന്തായാലും നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച നമ്മളുടെ തേങ്ങ, ഞാനൊരു അരമുറി തേങ്ങ എടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പം ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം ചെറിയൊരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ച് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ കറിക്ക് കുമ്പളങ്ങ കറിയും കുറച്ച് പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും കൂടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതേ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.